ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോസ്പിറ്റൽ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഉത്തരവ് വിട്ടത് തങ്കച്ചിയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ സ്വാമി പറയണ നമുക്കൊരു ഒത്തുതീർപ്പല്ലേ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ നിരഞ്ജനും അക്ഷരം അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, ഞങ്ങളല്ലല്ലോ തങ്കച്ചിയുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നത്, അവരല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങൾ തീർപ്പിന് ശ്രമിക്കണം എന്ന് പറഞ്ഞതോടുകൂടി സ്വാമി പറയണേ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് സ്വാമി പോവാണ്. അപ്പോൾ അക്ഷര പറയണ അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറയട്ടോ. അപ്പോൾ നിരഞ്ജൻ പറയാണ് ജയശങ്കറിനോട്, ഒന്നുകൊണ്ടും സാറ് വിഷമിക്കേണ്ട, നമുക്ക് സിദ്ധുവുമായിട്ടൊന്ന് സംസാരിക്കാം, എന്തെങ്കിലും ഒരു വഴി സിദ്ധു പറഞ്ഞു തരാതിരിക്കില്ല എന്ന് പറയുമ്പോഴും ജയശങ്കർ ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ അക്ഷരയോട് നിരഞ്ജൻ പറയണേ, സാറിന് നല്ല ടെൻഷൻ ആയിട്ടുണ്ട്, സാറ് തങ്കച്ചിയെ വല്ലാതെ പേടിക്കുന്നുണ്ട്, അവർക്കിടയിൽ കാശിന്റെ ഇടപാട് മാത്രമെന്ന് എനിക്ക് തോന്നുന്നില്ല, മറ്റെന്തോ ഒരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത് തങ്കച്ചിയെ. അപ്പോൾ കാഞ്ചന പറയണേ, നിരഞ്ജൻ പറയുന്നതിലും കാര്യമുണ്ട്, തങ്കച്ചിയും ഏട്ടനും തമ്മിൽ വേറെ എന്തോ ഒരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ തങ്കച്ചിയെ പേടിക്കുന്നത്, അതെന്താണെന്നുള്ളത് അറിഞ്ഞാലാണ് നമുക്കിതിനൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയൂ എന്ന് പറയട്ടോ. അപ്പോഴാണ് ശങ്കർ തനിച്ചിരുന്ന് വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുമ്പോഴാണ് തങ്കച്ചി ജയശങ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ തങ്കച്ചി പറയണേ, നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതല്ലേ, നീ എന്തിനാണ് പാമ്പിന്റെ മടയിൽ കയറി കോലിട്ട് കുത്തിയത്, അതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇനി ജയശങ്കർ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, ജയശങ്കറിന്റെ കൗണ്ടർ തുടങ്ങിക്കഴിഞ്ഞു, എനിക്ക് ആ വീട് വാങ്ങിയ സമയത്ത് നീ പിന്നെ അതിൻ്റെ പിറകിൽ പോവാതെ ആ വീട് തിരിച്ചു പിടിക്കാതെ നോക്കിയാൽ മതിയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയാണ്, ഈ വീട് എൻ്റെ ആത്മാവാണ്, ആത്മാവില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ നിന്റെ ഹോസ്പിറ്റൽ അത് നിന്റെ തലച്ചോറാണോ എന്ന് ചോദിക്കേട്ടോ. അപ്പോൾ ജയശങ്കർ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും നീ ഒരു കുറുക്കൻ തന്നെയാണ്, അതുകൊണ്ട് നിന്റെ കൗണ്ടൗൺ തുടങ്ങിക്കഴിഞ്ഞു, നീ എല്ലാം അനുഭവിക്കാൻ തയ്യാറായി നിന്നോ, ഈ സീതാലക്ഷ്മി ആരാണെന്നുള്ളത് നീ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, നീ എന്നെ എത്ര തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല, ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്തനുഭവിക്കാനാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ്, നീ നിനക്ക് അനുഭവിക്കാൻ പോകുന്നത് ഒരു ബോംബ് തന്നെയാണ്, ആ ബോംബ് ഞാൻ പൊട്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് സിദ്ധുവിനെ കാണാൻ വേണ്ടി ദേവിക വരികയാണ്. എന്നിട്ട് പറയണ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് ഇത് ഞാൻ എന്താ ഒരു പൊട്ടിയായി സംസാരിക്കുന്നു എന്നൊന്നും തോന്നിപ്പോവരുത്, ഞാനും സുധിയേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് സിദ്ധുവിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ, സുധിയേട്ടൻ്റെ മരണശേഷമാണ് ഞാനും സുധിയേട്ടനും കൂടുതൽ അടുക്കുക ചെയ്തത്, മരണാനന്തര ജീവിതമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് സുധിയേട്ടനെ മറന്ന് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് സിദ്ധുവിനോട് പറയാനുള്ള ഒരേ ഒരു അപേക്ഷ, ഞാൻ അത് പറയുന്നത് കേൾക്കുമ്പോൾ സിദ്ധുവിന് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, എനിക്ക് ദേവിക പറയുന്നതെല്ലാം തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ദേവിക പറയുന്നത് അതേ അർത്ഥത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ അടുത്തതും ഇപ്പോൾ ഒന്നാവാൻ പോകുന്നതും, ദേവിക ധൈര്യമായിട്ട് എന്നോട് എന്തും പറയാം എന്ന് പറയട്ടോ. അപ്പോൾ ദേവിക താലിയിൽ കൈവച്ചിട്ട് പറയണേ, ഈ താലി, സുധിയേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി, ഇത് ഞാൻ അഴിക്കില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി സിദ്ധു അങ്ങ് ഞെട്ടിപ്പോവട്ടോ. എന്നിട്ട് പറയണേ, എനിക്കിത് അഴിക്കാൻ കഴിയില്ല, എൻ്റെ സുധിയേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി ഞാൻ ഒരിക്കലും അഴിക്കില്ല, ഈ താലി എൻ്റെ കഴുത്തിൽ നിന്നും പോയാൽ പിന്നെ ഞാനില്ല, എന്നെ ദയവ് ചെയ്തൊന്നും മനസ്സിലാക്കോ. സിദ്ധു പറയണേ, ഞാൻ സമ്മതിക്കുന്നു, ആ താലി ഊരാൻ ഞാൻ ഒരിക്കലും പറയില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദേവിക തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് സിദ്ധു പറഞ്ഞത്. അതഴിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, സുധിയേട്ടൻ്റെ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന എനിക്കത് പറയാൻ എന്ത് അർഹതയും യോഗ്യതയുമാണ് ഉള്ളത്, എൻ്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരൊന്നും അത് അംഗീകരിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കേണ്ടി വരും, പക്ഷേ അതെല്ലാം നമ്മൾ ചെറുത്തു നിൽക്കും, എനിക്ക് ദേവികയോടുള്ള സ്നേഹം തോന്നിയത് എൻ്റെ ഹൃദയത്തിൽ നിന്നല്ലേ, എൻ്റെ ശരീരത്തിലുള്ളത് സുധിയേട്ടൻ്റെ ഹൃദയമാണ്, ആ ഹൃദയത്തിൽ നിന്നാണ് എനിക്ക് ദേവികയോട് ഇഷ്ടം തോന്നിയതെങ്കിൽ ആ ഇഷ്ടം തോന്നിപ്പിച്ചത് എൻ്റെ സുധിയേട്ടനല്ലേ, ഈ താലി അണിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദേവിക ഇനി വരാൻ പോകുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദേവിക പൊട്ടിക്കരയുകയാണ് കേട്ടോ. എന്നിട്ട് സിദ്ധുവിനോട് സന്തോഷം കൊണ്ട് തന്നെ കൈ കൂപ്പിയിട്ട് നന്ദി പറയുകയാണ്. സിദ്ധുവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല, എന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് സിദ്ധു രക്ഷിച്ചത്, സിദ്ധുവിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല, ഒരുപാട് നന്ദിയുണ്ട് സിദ്ധു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് ദേവിക തിരിച്ചു പോകുന്നത്. ആ സമയത്ത് സിദ്ധുവിനെ തന്നെ ദേവിക ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത്, ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പോവുകയാണ്. ഈ സമയം ഹോസ്പിറ്റലിൽ നിന്നും പ്ലാസ്റ്റർ വെട്ടിയ ശേഷം ശരത്ത് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ശരത്തിനെ കണ്ടതോടുകൂടി നിത്യ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ശരത്തിൻ്റെ കാലിലെ പ്ലാസ്റ്റർ വെട്ടിയിട്ടാണ് വരുന്നത് എന്ന് കാണുമ്പോൾ നിത്യയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പേടി വരികയാണ്. എന്നിട്ട് ശരത്ത് നിത്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പ്ലാസ്റ്ററോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ ഡോക്ടറെ കൊണ്ട് വെട്ടിപ്പിച്ചു, ഡോക്ടർ സമ്മതിച്ചില്ല, പക്ഷേ ഞാൻ ഡോക്ടറെ കൊണ്ട് സമ്മതിപ്പിച്ചു,
എനിക്കറിയാം ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നീക്കേണ്ടത് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിലരൊക്കെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളിയൊക്കെ നേരിടേണ്ടേ, അതിന് ഞാൻ ഇനി വീൽ ചെയറിലിരുന്നാൽ ശരിയാവില്ല എന്ന് പറയട്ടോ. എന്നിട്ട് കയ്യിലുള്ള ആ സ്ട്രെച്ചർ അങ്ങ് കൊടുത്തിട്ട് നിത്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇനി ഇത് ആർക്കാണ് ആവശ്യം വരിക എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ നിത്യക്കുട്ടി, അതുകൊണ്ട് നീ ഇത് സൂക്ഷിച്ചു വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണ് നിത്യയുടെ അടുത്തേക്ക് കൊടുക്കുന്നത്. അപ്പോഴൊക്കെ നിത്യ ഒരു ചെറിയ പേടിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിത്യ ചോദിക്കണം, അല്ല എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അതിന് മാത്രം എന്തുണ്ടായി എന്ന് പറയുമ്പോൾ നിത്യക്കുട്ടിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അപകടം പറ്റിയതാണെന്നുള്ളത്? അങ്ങനെയല്ല, എന്നെ അപകടത്തിൽ പെടുത്തിയതാണ്. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ കണക്ക് ചോദിക്കാനുണ്ട്. അതിനാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത്. എന്നെ വെല്ലുവിളിച്ചവർക്കുള്ള തിരിച്ചടി ഞാൻ തന്നെ കൊടുക്കണ്ടേ? ഇനി കയ്യും കെട്ടി നോക്കി നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരത്ത് അകത്തേക്ക് പോകുന്നത്. അതോടുകൂടി നിത്യയ്ക്ക് ഒരു ചെറിയ പേടി വരികയാണ്. ഇയാൾ ഇനി എന്തൊക്കെയാണാവോ കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ. പിന്നീട് പ്രഭാവതിയും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ് പ്രഭാവതിയോട്, കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, ആരുടെ കല്യാണം? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? 7-ാം തീയതി ദേവികയുടെ കല്യാണമല്ലേ? ഓ, 7-ാം തീയതിക്ക് ഇനിയും സമയമുണ്ടല്ലോ. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ എൻ്റെ ബിസിനസ്സൊക്കെ താറുമാറായിട്ട് കിടക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, എനിക്കൊരു ആഗ്രഹമുണ്ട്, ദുബായിലേക്ക് ഒന്ന് വരണം എന്നുള്ളത്. എന്നോട് പറഞ്ഞില്ല ആ ഉയരമുള്ള കെട്ടിടം, അതെനിക്കൊന്ന് കാണണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ പെട്ടെന്ന് പ്രഭാവതി അങ്ങ് പതറുകയാണ്. ആ ദുബായിലുള്ള ബുർജ് ഖലീഫയോ? അതിനെന്താ മുത്തശ്ശിക്ക് ഞാനൊരു വിസ എടുത്ത് അവിടേക്ക് കൊണ്ടുപോകും. നമ്മളെല്ലാവരും കൂടി കല്യാണം കഴിഞ്ഞാലേ നമ്മളെല്ലാവരും കൂടി അവിടേക്കാണ് ഇനി ടൂർ പോകുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടതിൻ്റെ ശേഷമാണ് മുത്തശ്ശി ഇനി ഇവിടേക്ക് തിരിച്ചു വരൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അതങ്ങ് വിശ്വസിച്ച് പോവാട്ടോ. അപ്പോൾ പ്രഭാവതി പറയണം, എനിക്കും എൻ്റെ ശരത്തും മോനും മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ഒരു സ്വഭാവം. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് വല്ലാത്തൊരു സ്നേഹമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, എന്നെ ഇത്രയും അധികം സ്നേഹിച്ചവർ ആരുമില്ല. ആ പാർവതി പോലും എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നില്ല. പ്രഭുമോളും ശരത്തുമാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോഴൊക്കെ പ്രഭാവതി ഉള്ളിൻ്റെ ഉള്ളിൽ മുത്തശ്ശിയെ പൊട്ടിയാക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കുകയാണ്. എന്നിട്ട് എന്നാൽ ഞാൻ പോവാൻ ഒരുങ്ങട്ടെ, എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പേക്കാക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഭാവതി റൂമിലേക്ക് പോവാണ്. ഈ സമയം മനോഹരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഓ, ദേവികയാണ്. ദേവിക പറയണ, ഞാൻ ഡ്രസ്സുമായിട്ടാണ് അവിടേക്ക് വരുന്നത്, അച്ഛനും കൂടി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് മുത്തശ്ശിയും പ്രഭാവതിയും പാർവതിയും നിത്യയൊക്കെ വരികയാണ്. എന്നിട്ട് പറയാണ്, മുത്തശ്ശി എന്തിനാണ് അവൾ ഡ്രസ്സുമായിട്ട് ഇവിടേക്ക് വരുന്നത്? അവളല്ലേ റൂം അന്വേഷിച്ചത്, എന്നിട്ട് എന്താ അവൾക്ക് അത് കിട്ടിയില്ലേ? ഇനിയിപ്പോൾ ഇവിടെ കൊടുന്ന് കൂട്ടിയിട്ട് ഇവിടെ നിന്ന് വിൽക്കാനാണോ അവളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയണം, അങ്ങനെയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കരുത്. കാരണം ഇവിടെ ലൈസൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെയാണ് പിന്നീട് പ്രശ്നമുണ്ടാവുക. വീടിൻ്റെ പേരിൽ പിന്നെ ലൈസൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു കച്ചവട സ്ഥാപനമായി മാറും. പിന്നെ നിങ്ങൾക്ക് വരുന്ന കറണ്ട് ബില്ലിലും മറ്റും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് സമ്മതിക്കരുത് എന്ന് പറയട്ടോ. അപ്പോൾ നിത്യ പറയണേ, എന്തിനാണ് ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? ഇതൊരു സഹായമല്ലേ എന്ന് പറയുമ്പോൾ പാർവതി പറയണ, ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത്? മനുഷ്യന് കുറച്ച് മനസ്സലിവുണ്ടായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാനൊക്കെ ഞങ്ങളൊക്കെ സമ്മതിക്കുന്നത്. പക്ഷേ പ്രഭാവതി പറയുന്നത് നീ കൂടി കേട്ടതല്ലേ, പിന്നീട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്, അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇതും കൂടി വന്നാലോ എന്ന് പറയുമ്പോൾ നിത്യ പറയണേ, ഇത് കൂടി അങ്ങ് കണ്ണടച്ചേക്ക് അമ്മേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, എന്താടി നിനക്കൊരു മമത അവളോട്? ഇത്രയും ദിവസം ഇല്ലാത്ത മമതയാണല്ലോ ഇപ്പോൾ നിനക്ക് അവളോട് എന്ന് പറയുമ്പോൾ നിത്യ പറയണേ, എനിക്ക് ഒരു മമതയും ഇല്ല മുത്തശ്ശി. ശത്രു ആണെങ്കിലും ഒരാൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മളതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയട്ടെ. അപ്പോഴൊക്കെ മനോഹർ ഒന്നും മിണ്ടാതെയാണ് കേട്ടോ ഇതൊക്കെ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നിൽക്കുന്നത്. അങ്ങനെ നിത്യ പറയണ, അല്ല നാളെ എനിക്കാണ് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വരുന്നതെങ്കിലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പാർവതി പറയണ, ഇല്ല മോൾക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാടും വരില്ല, ശരത്ത് നിന്നെ പൊന്നുപോലെ നോക്കും എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയും, അത് ശരിയാണ്, എൻ്റെ മോനായതുകൊണ്ട് പറയല്ല, ശരത്തിനെ പോലത്തെ ഒരു ഭർത്താവിന് ഇനി ഈ ലോകത്ത് പോലും ഉണ്ടാവില്ല, അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് ശരത്തിൻ്റെ എന്നങ്ങ് പറഞ്ഞതോടുകൂടി അതുവരെ മിണ്ടാതിരുന്ന മനോഹരൻ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കാൻ, നീ എന്താടാ മനോഹര ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതല്ല അമ്മേ, ഞാനേ മറ്റൊരു ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിരിച്ചതാണ്. ഈ നല്ലവരെ കൊണ്ട് ഈ കേരളം മുഴുവനും നിറഞ്ഞു, അതോർത്ത് ചിരിച്ചതാണെന്ന് പറയാണ്. മനോഹരൻ എന്തിനാണ് ചിരിച്ചത് എന്നുള്ള കാര്യം പ്രഭാവതിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോഴാണ് ഇനി ദേവിക അവിടേക്ക് വരുന്നത്. അങ്ങനെ ദേവിക ഡ്രസ്സുകളുമായിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ദേവികയുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് മനോഹരൻ ഒരു ഭാഗത്തേക്ക് കൂട്ടിവെക്കാൻ സഹായിക്കുകയാണ്. ഇനി പ്രഭാവതി ശരത്തിനോട് പോകുന്നതിനെ കുറിച്ച് പറയാം കേട്ടോ. ഒരിക്കലും ദേവികയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം നടക്കരുത്, അതിനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യണം എന്ന് പറയുമ്പോൾ, ഇല്ല അമ്മേ, ഒരിക്കലും ആ കല്യാണം നടക്കില്ല, അതിനുള്ള വഴി എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴേ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ശശിയും നിത്യയും പാർവതിയും മനോഹരനും ദേവികയും ശരത്തും പ്രഭാവതിയും ഒക്കെ നിൽക്കുമ്പോൾ പാർവതി പറയണ, കല്യാണം കഴിയുന്നതോടുകൂടി ഇവളുടെ ശല്യം തീരുമല്ലോ, അതോടുകൂടി
കൂടി ഈ ബിസിനസ്സും ഇവിടെ നിന്ന് മാറ്റാമല്ലോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ആ സമയത്ത് പാർവതി ദേവികയുടെ മുന്നിൽ വെച്ച് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ദേവികയ്ക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട്. പാർവതിയുടെ ആ സംസാരം അതിര് കടക്കുന്നത് കേൾക്കുമ്പോൾ. പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിൽ പ്രേമയും ചന്ദ്രലേഖയും രംഗനും സിദ്ധുവിൻ്റെ അച്ഛനും സിദ്ധുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ കല്യാണ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രേമയ്ക്കാണെങ്കിലോ ദേവികയെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ചന്ദ്രലേഖയോട് പറയാണ്, ദേവികയുടെ സ്ഥാനത്ത് മോളായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പെട്ടെന്നങ്ങ് പറഞ്ഞു പോവാണ്, അതിന് ഞാൻ തന്നെയാണല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി രംഗനും അച്ഛനും സിദ്ധു അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പ്രേമ, എന്താ മോളെ നീ പറഞ്ഞത്? അല്ല, ഞാൻ തന്നെയാണ് ദേവിക എന്നങ്ങ് കരുതിയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്ലേറ്റ് മാറ്റിയ ശേഷമാണ് ചന്ദ്രലേഖ അവിടുന്ന് അർത്ഥം വെച്ച് സംസാരിച്ചിട്ട് പോകുന്നത്. ചന്ദ്രലേഖ മനസ്സിൽ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, അതിന് ദേവികയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ കല്യാണ പന്തലിൽ എൻ്റെയും സിദ്ധുവിൻ്റെയും കല്യാണമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ചന്ദ്രലേഖ അവിടെ നിന്നും പോകുന്നത്.